വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, ലോകത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഉത്തമ മാതൃകയായിട്ടുള്ള ഒരു പ്രമുഖരുടെ ഒരു വളരെയധികം ഉദാത്തമായ ഒരു മാതൃകയാണ് വന്യരായ ശൈഖുനയുടെ ജീവിതം. ഈ ജീവിതത്തിലെ വളരെയധികം നിർണായകമായ പല പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ള പല അനുഭവങ്ങളിലൂടെയും ഒരു മനുഷ്യൻ എങ്ങനെയാകണം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു പാഠമാണ് ജീവിതം ഇതുവരെ എന്നുള്ള പുസ്തകം. ഈ പുസ്തകത്തിന് ജീവിതം ഇതുവരെ ഇത്തരത്തിൽ ഈ ഒരു വളരെയധികം പ്രസിദ്ധമായ പ്രോഫറ്റുകളിൽ ഉൾപ്പെടുന്ന, സ്കോളേഴ്സിൽ ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രമുഖ പണ്ഡിതൻ്റെ ജീവിതത്തെ വെറും ഒരു ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. നമുക്ക് മുമ്പിലുള്ളത് വളരെയധികം ചുരുക്ക സമയമാണ്. ഇതിനുള്ളിൽ പറഞ്ഞു തീരുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശൈഖുന എന്ന് പറയുന്നത്. ജീവിതത്തിൽ തൻ്റെ പഠനശാലകളും വിദ്യാഭ്യാസ മേഖലകളും മറ്റ് പ്രാസ്ഥാനിക രംഗത്തും കുടുംബത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും ജീവിതം എങ്ങനെയാകണം, ഇതുവരെയുള്ള മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ജീവിതം ഇതുവരെയുള്ള പുസ്തകം. ഉസ്താദ് ഇത്രയും കാലം ജീവിച്ച ഒരു ഇതിനെ പറ്റിയിട്ടാണ് ജീവിതം ഇതുവരെ എന്നൊരു പുസ്തകം ഇറക്കിയത്. അതിലൊരു സഹപ്രവർത്തകൻ്റെ ജീവിതം എങ്ങനെ, ഒരു സഹപ്രവർത്തകൻ എങ്ങനെ ജീവിക്കണമെന്ന് ആ 336 പേജിൽ ഒതുങ്ങുന്നുണ്ട്. എത്ര വിജയത്തിൻ്റെ ഇനി എങ്ങോട്ടുണ്ട്, ഇനി എത്ര വിജയിക്കാനുണ്ട് എന്നതിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ ശൈഖുന. വിജയത്തിൻ്റെ ഓരോ പടികളും നമുക്ക് തുറന്നു തരികയും ചെയ്യുകയാണ്. ഈ ഒരു മാദിൻ എന്നതൊരു റോബോട്ടിക്സ് എന്ന ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മാദിൻ എന്നത് അമേരിക്കയിലെത്തുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനത്താണ്. മാദിനിപ്പോൾ ഒരു വിജ്ഞാനത്തിൻ്റെ ഉറവ എന്ന ഈ മാദിൻ സ്ഥാപിച്ചത് വലിയുസ്താദിൻ്റെ ഓരോ അനുഭവങ്ങളും ഓരോ മനുഷ്യൻക്കും വിജയത്തിലേക്കുള്ള വഴിത്താരയാണ്. വലിയുസ്താദ് ശൈഖുന ബദർ സാദാത്ത് ഉസ്താദ് ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയൊക്കെ പ്രസംഗങ്ങളും ഓരോ പ്രബോധനങ്ങളും നടത്തിയിട്ട് വലിയ വലിയ ആൾക്കാരോട് കമ്പയർ ആകുകയും ചെയ്യുന്നു. അതുപോലെ ഒരു മനുഷ്യൻ അയാളുടെ സ്വന്തം ജീവിതകഥ എഴുതുക എന്നാൽ ചിലപ്പോൾ ഒരു ഉന്നതി അയാൾ പ്രാപിച്ചു എന്നതിനെക്കുറിച്ച് എഴുതുന്ന ഒരു പുസ്തകം. നേരെ മറിച്ച് ഉസ്താദ് ഒരു മനുഷ്യനെ എങ്ങനെ ആകണമെന്ന് ഉസ്താദിൻ്റെ ജീവിതത്തിലൂടെ ഒരു പുസ്തകത്തിലൂടെ തെളിയിക്കുകയാണ്. ഉസ്താദ് ഇപ്പോൾ എത്രയോ വലിയ വലിയ സ്ഥാനങ്ങളിൽ, ഇൻ്റർനാഷണൽ സ്ഥാനങ്ങളിൽ പോയി പ്രബോധനം നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഉസ്താദ് മികച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉസ്താദ് ഇർഷാദുൽ അനാം എന്നുള്ള മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നബിദിനത്തിന് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ പോയിട്ട് അവിടുന്ന് ഉസ്താദിനെ വിളിക്കുകയാണ്. ഉസ്താദിൻ്റെ പേര് വിളിക്കുമ്പോൾ ഉസ്താദ് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഉസ്താദ് സ്റ്റേജ് മേൽ കയറിയപ്പോൾ ഉസ്താദിന് എന്ത് പറയണമെന്ന് അറിയണില്ല. കാരണം അത്രത്തോളം ആളുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വയ്ക്കാതെ അസ്സലാമു അലി എന്ന് പറഞ്ഞ് തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉസ്താദ് നിരാശനായി ഇറങ്ങിയൊരു നിമിഷമുണ്ട്. ആ നിരാശത്തിൽ ഉസ്താദ് വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഉപ്പയാണ് കൈയോർത്തത്. അങ്ങനെ എല്ലാ ദിവസവും വീട്ടിൽ മൗലൂദിന് ശേഷം ഉസ്താദിന് ഓരോ മോട്ടിവേറ്റുകളൊക്കെ ചെയ്ത് അങ്ങനെ ഉസ്താദിനോട് പ്രസംഗം പറയാൻ പറഞ്ഞ് അങ്ങനെ ഉസ്താദ് പ്രസംഗം പഠിച്ച് ഉസ്താദിന് ഓരോ സമ്മാനങ്ങളും കൊടുക്കും. അങ്ങനെ ഉസ്താദ് കുറച്ച് കാലത്തിന് ശേഷം കോണോമ്പാറ ദർസയിൽ ഒരു മുദരിസായി നിന്നു. അങ്ങനെ മുദരിസായി നിൽക്കുന്ന സമയത്ത് ഉസ്താദിനെ ഒരു പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ അവിടെ ആദ്യം പറയേണ്ടത് മുദരിസാണ്. അങ്ങനെ ഉസ്താദ് പറയാൻ പോയി. ഉസ്താദ് 5 മിനിറ്റിൻ്റെ പ്രസംഗം പറഞ്ഞു. അതിനപ്പുറം ഉസ്താദിന് പറയാൻ കഴിയുന്നില്ല. പിന്നെ വീണ്ടും ഉസ്താദ്
ഉസ്താദിന് അറിയാവുന്ന ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ 15 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് പോരാൻ കഴിയുന്നില്ല. അങ്ങനെ ഉസ്താദ് വീണ്ടും നിരാശയായി. മറ്റ് നിരാശയും ഈ നിരാശയും കൂടിയപ്പോൾ ഉസ്താദിന് എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. അങ്ങനെ അതിനും അപ്പുറം ഉസ്താദിന് കുറേ പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയൂല, ഇത് നിങ്ങൾക്ക് ചേർന്നതല്ല, നിങ്ങളുടെ ശരീരം ഇതിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഉസ്താദ് വീണ്ടും പ്രസംഗത്തിനായി ഒരുങ്ങി ഓരോ സ്റ്റേജുകൾ കടന്ന് ഇന്ന് അന്താരാഷ്ട്ര വേദിയിൽ വരെ പ്രസംഗിച്ച ഒരാളാണ് നമ്മുടെ ഷെയ്ഖുന അഥവാ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ബാപ്പ. നമ്മൾ ജീവിതം ഇതുവരെയുള്ള ഉസ്താദിൻ്റെ പുസ്തകം നമ്മൾ മറിക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയ സ്ഥായിയായ പരിശ്രമി, അത് വായിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും വന്യരായ കാന്തപുരം സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർ തന്നെ എത്രമാത്രമാണ് അതിൽ പറയുന്നുണ്ട്. വലിയുസ്താദിൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധവും വലിയുസ്താദിനെ സ്ഥായിയായ പരിശ്രമിയായിട്ടാണ് കാന്തപുരം ഉസ്താദ് അവർ കാണുന്നത്. ഇത്തരത്തിൽ നിരന്തരമായ ജീവിതത്തിൽ ഇനി എന്ത് വേണം, അടുത്തതെന്താണ് അങ്ങനെ ഓരോ പടിക്കെട്ടുകളായി വിജയത്തിലേക്ക് കടന്ന് കയറും.